ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. വളരെ നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഹയർ സെക്കൻഡറി ഈക്വലൻസി ഈ കോഴ്സിൻ്റെ ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷ് ചാപ്റ്ററിലോട്ട് നമ്മൾ വീണ്ടും പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, ഈ കോവിഡ് കാലത്ത് ഓൺലൈനിലൂടെ ക്ലാസ്സുകൾ നമ്മുടെ മുൻപിൽ ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളതിനെ അതിൻ്റെ ഗൗരവത്തോടെ കണ്ട് നന്നായി മനസ്സിലാക്കി കാര്യങ്ങളെ അവലോകനം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈ ക്ലാസ്സിലോട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പാഠത്തിലോട്ട് കടക്കാം. ദ സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. ദ സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ഒരു പാലത്തിൻ്റെ ഒരു വളരെ മഹത്തരമായിട്ടുള്ള ഒരു ബ്രിഡ്ജിൻ്റെ പാലത്തിൻ്റെ കഥയാണ് നമുക്ക് ഈ സ്റ്റോറിയിലൂടെ പഠിക്കാനായിട്ട് ഉള്ളത്. ശക്തമായിട്ടുള്ള ആവേശത്തോടും നല്ല ഇച്ഛാശക്തിയോടും അതിഗംഭീരമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ദൃഢനിശ്ചയത്തിൻ്റെയും ഫലമായിട്ടാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ വളരെ നല്ല റിസൾട്ടുകൾ ഉണ്ടാവുക. ഇങ്ങനെ ഈ ഇച്ഛാശക്തിയുടെ ഫലമായി, ദൃഢനിശ്ചയത്തിൻ്റെ ഫലമായി, ശക്തമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ കഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കിട്ടിയ ഒരു നല്ല റിസൾട്ടിൻ്റെ കഥയാണ് ദ സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഈ പാഠത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. വളരെ ഒരു നല്ല മോട്ടിവേഷണൽ അറ്റ്മോസ്ഫിയർ തരുന്ന നല്ലൊരു കഥയാണിത്. നമുക്ക് പാഠത്തിലോട്ട് കടക്കാം. An engineer named John Roebling was inspired by an idea of building a magnificent suspension bridge connecting New York with the Long Island. He had put forward his idea to the bridge building experts throughout the world, but no one was interested even to think about it further and asked John to forget it. According to them, it was a very difficult task, something which had never been attempted before and is not practical. Roebling, however, was determined and would not think of ignoring his dream. നമ്മുടെ പാഠത്തിൻ്റെ ആദ്യത്തെ ഒരു പാരഗ്രാഫാണിത്. നിങ്ങളെല്ലാവരും മനസ്സിരുത്തി നന്നായി ഈ പാരഗ്രാഫ് വായിക്കുക. വായിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറയുന്ന പാരഗ്രാഫിലെ ഓരോ ലൈനിലൂടെയും 1 by 1 ആയിട്ടുള്ള ഓരോ ലൈനിലൂടെയും നിങ്ങൾ വളരെയധികം നന്നായി ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് പാഠം മനസ്സിലാക്കാൻ സാധിക്കും. ആൻ എൻജിനീയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് പ്രൊഫഷൻ. അതൊരു പ്രൊഫഷനാണ്. ടീച്ചിങ് അല്ലേ, മെഡിസിൻ, അതുപോലെ തന്നെ എൻജിനീയർ, അങ്ങനെയൊക്കെ ഉള്ള ഓരോ പ്രൊഫഷൻ, അതിലുള്ള ഒരു പ്രൊഫഷനാണ് എൻജിനീയറിങ് അല്ലേ. ആൻ എൻജിനീയർ നെയ്മഡ് ജോൺ റോബ്ലിംഗ് എന്ന് പേരായിട്ടുള്ള ഒരു എൻജിനീയർ വാസ് ഇൻസ്പയർഡ്. എന്താ ഇൻസ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രചോദിപ്പിക്കുക എന്നാണ് അർത്ഥം. ഇൻസ്പയർഡ് പ്രചോദിതനായി. ഇൻസ്പയർഡ് ബൈ ആൻ ഐഡിയ ഓഫ് ബിൽഡിംഗ് എ മാഗ്നിഫിഷ്യന്റ് സസ്പെൻഷൻ ബ്രിഡ്ജിങ് കണക്ടിങ് ന്യൂയോർക്ക് വിത്ത് ദ ലോങ് ഐലൻഡ്. ന്യൂയോർക്ക് മുതൽ ലോങ് ഐലൻഡ്. ഈ ലോങ് ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അനദർ പാർട്ട് ഓഫ് ന്യൂയോർക്ക്. ന്യൂയോർക്കിൻ്റെ നോർത്തേൺ സൈഡ് അല്ലെങ്കിൽ വേറൊരു ഭാഗത്തെയാണ് ദ ലോങ് ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പം ന്യൂയോർക്ക് മുതൽ ലോങ് ഐലൻഡ് വരെയുള്ള ഒരു പാലം നിർമ്മാണം. എങ്ങനെയുള്ള പാലമാണ്? എ മാഗ്നിഫിഷ്യന്റ് സസ്പെൻഷൻ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. മാഗ്നിഫിഷ്യന്റ് എന്നാൽ വളരെയധികം ഗംഭീരമായിട്ടുള്ള ഒരു തൂക്കുപാലം നിർമ്മിക്കുക. അവിടെ മുതൽ ന്യൂയോർക്ക് മുതൽ ദ ലോങ് ഐലൻഡ് വരെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു തൂക്കുപാലം നിർമ്മിക്കാൻ പറ്റുമോ എന്നുള്ള ഒരാശയം, നിർമ്മിച്ചാലോ എന്നുള്ള ഒരാശയം ആരുടെ മനസ്സിൽ കുടികൊണ്ടു? ജോൺ റോബ്ലിംഗ് എന്ന് പറയുന്ന എഞ്ചിനീയറുടെ മനസ്സിലേക്ക് കടന്നു വന്നു. ഹി ഹാഡ് പുട്ട് ഫോർവേഡ് ഹിസ് ഐഡിയ. പുട്ട് ഫോർവേഡ് അതൊരു ഫ്രേസൽ വെർബാണ്. പുട്ട് ഫോർവേഡ്. മുന്നോട്ടേക്ക് വെക്കുക എന്നാണ്. മുന്നോട്ട് വെക്കുക. പുട്ട് ഫോർവേഡ് ഹിസ് ഐഡിയ. അദ്ദേഹം തൻ്റെ ആശയം മുന്നോട്ടേക്ക് വെച്ചു. എങ്ങോട്ടേക്ക്? ടു ദ ബ്രിഡ്ജ് ബിൽഡിംഗ് എക്സ്പേർട്സ് ത്രൂ ഔട്ട് ദ വേൾഡ്. ലോകത്താകമാനമുള്ള ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ മേഖലയിൽ
നൈപുണ്യമുള്ള വിദഗ്ധരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ മുൻപിൽ, എഞ്ചിനീയേഴ്സിൻ്റെ മുൻപിൽ ഈ തൻ്റെ ഒരു ആശയത്തെക്കുറിച്ച് ഇദ്ദേഹം എന്ത് ചെയ്തു? വാചാലനായി. ഇദ്ദേഹം അതിനെപ്പറ്റി സംസാരിച്ചു. പക്ഷേ നോ വൺ വാസ് ഇൻട്രസ്റ്റഡ് ഈവൻ ടു തിങ്ക് അബൌട്ട് ഇറ്റ്. പക്ഷെ ആരും തന്നെ ഇങ്ങനെ ഒരു സംരംഭത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചെവി കൊടുക്കാൻ പോലും ആരും തന്നെ തയ്യാറായില്ല. ഫർദർ ആൻഡ് ആസ്ക്ഡ് ജോൺ ടു ഫോർഗെറ്റ് ഇറ്റ്. കൂടുതലായിട്ടും ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട, നീ ഇത് മറന്നു കളയുന്നതാണ് നല്ലത് എന്ന് ജോൺ റോബ്ലിങ്ങിനോട് അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഫോർഗെറ്റ് എന്ന് പറഞ്ഞാൽ മറന്നു പോവുക. മറന്നു പോവുക. എല്ലാവരും അവരോട് പറഞ്ഞു, നീ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട, എന്ത് ചെയ്ത് കളഞ്ഞോളൂ, മറന്നു പോയിക്കോളൂ, അല്ലെങ്കിൽ മറന്നു കളഞ്ഞോളൂ എന്ന് പറഞ്ഞു. അക്കോർഡിംഗ് ടു ദം, അവരുടെ അഭിപ്രായത്തിൽ, ഇറ്റ് വാസ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെയധികം വിഷമകരമായിട്ടുള്ള ഒരു ടാസ്ക്കാണ്, ഒരു കാര്യമാണ് എന്നായിരുന്നു അവരുടെ എല്ലാവരുടെയും അഭിപ്രായം. സംതിങ് വിച്ച് ഹാഡ് നെവർ ബീൻ അറ്റംപ്റ്റഡ് ബിഫോർ. ഇതിനു മുൻപ് ഇങ്ങനെ ഒരു പരിശ്രമം ഇതിനു മുൻപ് ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. ആൻഡ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. അതുപോലെ തന്നെ ഇതെന്തല്ല, ഇത് വളരെയധികം പ്രായോഗികമായിട്ടുള്ള ഒരു നിർദ്ദേശമല്ല. ഇത് ഒരിക്കലും അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല, പരിശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു സംസാരം വേണ്ട, അത് മറന്നു കളയാൻ വേണ്ടി ഇങ്ങനെ ഈ ബിൽഡിംഗ് എക്സ്പേർട്സ് ആരെ ഉപദേശിച്ചു? ജോൺ റോബ്ലിങ്ങിനോട് പറഞ്ഞു. Roebling, however, was determined and would not think of ignoring his dream. അവൻ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട്, ജോൺ റോബ്ലിംഗ് അവരുടെ ഉപദേശങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് എന്തോ ഒരു ഉറച്ച തീരുമാനമുണ്ട്. ദ ഫേം ഡിറ്റർമിനേഷൻ ഹാസ് ടേക്കൺ ബൈ ജോൺ റോബ്ലിംഗ്. എന്തോ ഒരു നല്ലൊരു ഡിറ്റർമിനേഷൻ എടുത്തു. എന്താ എടുത്തേ? ആൻഡ് വുഡ് നോട്ട് തിങ്ക് ഓഫ് ഇഗ്നോറിങ് ഹിസ് ഡ്രീം. ഇഗ്നോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവഗണിക്കുക. തൻ്റെ അതിബഹുലത്തായിട്ടുള്ള ഈ സ്വപ്നത്തെ അവഗണിച്ച് കളയുവാൻ വേണ്ടി ആര് തയ്യാറായില്ല? ജോൺ റോബ്ലിംഗ് തയ്യാറായില്ല. അദ്ദേഹം നല്ലൊരു തീരുമാനം അദ്ദേഹം എടുത്തു. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പാരഗ്രാഫ്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയില്ലാത്ത ഏതെങ്കിലും വാക്കുകളുണ്ടെങ്കിൽ താഴെ ഇൻബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എന്ത് ചെയ്തു തരുന്നതായിരിക്കും, അർത്ഥങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. രണ്ടാമത്തെ പാരഗ്രാഫ്. ഹി തോട്ട് അബൌട്ട് ഇറ്റ് ഡേ ആൻഡ് നൈറ്റ് ആൻഡ് വാണ്ടഡ് ടു ഷെയർ ഇറ്റ് വിത്ത് സമ്മൺ ഹൂ വുഡ് ബിലീവ് ഇൻ ഹിസ് ഐഡിയ. ജോൺസ് സൺ വാഷിംഗ്ടൺ വാസ് എ നേവ് എഞ്ചിനീയർ ദെൻ. ഹി ട്രസ്റ്റഡ് ഹിസ് ഫാദേഴ്സ് വിഷൻ ആൻഡ് ബിലീവ്ഡ് ദാറ്റ് ദ ബ്രിഡ്ജ് കുഡ് ബി ബിൽറ്റ്. രണ്ടാമത്തെ പാരഗ്രാഫാണ്. ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും മനസ്സിരുത്തി, വളരെ നിശബ്ദമായി മനസ്സിരുത്തി അതൊന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം ക്ലാസ്സിലോട്ട് വരിക. ഹി തോട്ട്, തിങ്കിൻ്റെ പാസൻസ് ആണ് എന്ത്? തോട്ട്. തിങ്ക്, THINK, തിങ്ക്. തിങ്കിൻ്റെ പാസൻസ് ആണ് തോട്ട്. ഹി തോട്ട്, അദ്ദേഹം, അവൻ ചിന്തിച്ചു. എബൌട്ട് ഇറ്റ് ഡേ ആൻഡ് നൈറ്റ്, രാത്രി എന്നില്ലാതെ പകലെന്നില്ലാതെ തൻ്റെ ഈ ആശയം എങ്ങനെ സഫലീകരിക്കാം എന്നതിനെക്കുറിച്ചായി പിന്നീട് അദ്ദേഹത്തിൻ്റെ ചിന്ത. ആൻഡ് വാണ്ടഡ് ടു ഷെയർ ഇറ്റ് വിത്ത് സംവൺ ഹൂ വുഡ് ബിലീവ് ഇൻ ഹിസ് ഐഡിയ. തൻ്റെ ആശയത്തോട് മമത കാണിക്കുന്ന, തൻ്റെ ആശയത്തെ അനുകൂലിക്കുന്ന ഏതെങ്കിലും ഒരാളോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ജോൺസൺ വാഷിംഗ്ടൺ, ഈ ജോൺ റോബ്ലിങ്ങിൻ്റെ മകനായിട്ടുള്ള വാഷിംഗ്ടൺ വാസ് നേവ് എഞ്ചിനീയർ ദെൻ. നേവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിഷ്കളങ്കനായ എന്നാണ് അർത്ഥം. നേവ്, NAIVE, നേവ്, നിഷ്കളങ്കനായ. ഈ ജോൺ റോബ്ലിങ്ങിൻ്റെ മകനായിട്ടുള്ള വാഷിംഗ്ടൺ അപ്പോൾ നിഷ്കളങ്കനായ അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു എഞ്ചിനീയർ ആയിരുന്നു. ഹി ട്രസ്റ്റഡ് ഹിസ് ഫാദേഴ്സ് വിഷൻ. വാഷിംഗ്ടൺ എന്ത് ചെയ്തു? തൻ്റെ പിതാവിൻ്റെ ആ കാഴ്ചപ്പാടിൽ പരിപൂർണ വിശ്വാസമുണ്ടായിരുന്നു. ആർക്ക്? വാഷിംഗ്ടണിന്. ആൻഡ് ബിലീവ് ദാറ്റ് ദ ബ്രിഡ്ജ് കുഡ് ബി ബിൽറ്റ്. എന്നിട്ട് അദ്ദേഹം വിശ്വസിച്ചു, എന്നെങ്കിലും ഒരിക്കൽ ഈ ബ്രിഡ്ജ്, ഈ ഗംഭീരമായ സസ്പെൻഷൻ ബ്രിഡ്ജ്, ഈ തൂക്കുപാലം എന്നെങ്കിലും ഒരിക്കൽ നിലവിൽ വരും എന്നുള്ള അതിരൂഢമായിട്ടുള്ള ഒരു വിശ്വാസം ആർക്കുണ്ടായിരുന്നു? വാഷിംഗ്ടണിന് ഉണ്ടായിരുന്നു. ഇതാണ് രണ്ടാമത്തെ പാരഗ്രാഫ്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് മൂന്നാമത്തെ പാരഗ്രാഫിലോട്ട് വരാം. ജോൺ ആൻഡ് വാഷിംഗ്ടൺ
working together for the first time, developed concepts of how the bridge could be built. A big challenge lay before them, but they were ready to face it as they had excitement and inspiration deep in their hearts. They had their crew and the construction of their dream bridge began on January 3rd, 1870. പാരഗ്രാഫ് വായിച്ചു നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? 1 by 1 ആയിട്ട് ആ വരികളിലൂടെ കടന്നു വരിക. ജോൺ ആൻഡ് വാഷിങ്ടൺ എന്ന് പറഞ്ഞാൽ പിതാവും ആ മകനും കൂടെ, ജോണും വാഷിങ്ടണും കൂടെ വർക്കിംഗ് ടുഗെദർ ഫോർ ദ ഫസ്റ്റ് ടൈം. അവർ രണ്ടുപേരും ഒത്തൊരുമിച്ച് ഇതാദ്യമായിട്ടാണ് അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നത്? ഒരു സംരംഭത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. ദേ ഡെവലപ്ഡ് കൺസെപ്റ്റ്സ്. അവർ രണ്ടുപേരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് അവർ ഒരുപാട് ആശയങ്ങൾ മെനഞ്ഞെടുത്തു. ഓഫ് ഹൗ ദ ബ്രിഡ്ജ് കുഡ് ബി ബിൽറ്റ്. ഈ ഒരു ബ്രിഡ്ജ് എങ്ങനെ നിലവിൽ കൊണ്ടുവരാം, ഇതെങ്ങനെ പണിയാം എന്നുള്ള നല്ല നല്ല ആശയങ്ങൾ ആര് രൂപീകരിച്ചെടുത്തു? ഇവർ രണ്ടുപേരും ഒത്തൊരുമിച്ചിരുന്ന് രൂപീകരിച്ചെടുത്തു. എ ബിഗ് ചാലഞ്ച് ലേ ബിഫോർ ദം. ചലഞ്ച് എന്ന് പറഞ്ഞാൽ വെല്ലുവിളി. അവരുടെ രണ്ടുപേരുടെയും മുമ്പിൽ വളരെ വലിയ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. ആ വെല്ലുവിളിയെ തരണം ചെയ്യണം. തരണം ചെയ്തതിനു ശേഷം ആ പണി തുടങ്ങണം, അത് പൂർത്തീകരിക്കണം എന്ന് തുടങ്ങിയ ഒട്ടനവധി വെല്ലുവിളികൾ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ ഇങ്ങനെയുള്ള വെല്ലുവിളികളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു പാഠത്തിലൂടെ ഹൗ ടു ഓവർകം ദ ചലഞ്ചസ് ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ വെല്ലുവിളികളെ എങ്ങനെ തരണം ചെയ്യാം എന്നുകൂടി ലേഖകൻ നമുക്ക് ഈ പാഠത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിലും ഇതേപോലെയുള്ള ഒരു വെല്ലുവിളി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? കിടപ്പുണ്ടായിരുന്നു. പക്ഷേ they were ready to face it as they had excitement and inspiration deep in their heart. പക്ഷേ അതിനെല്ലാം, എന്ത് ചലഞ്ചസ് ഉണ്ടായാലും എന്ത് വെല്ലുവിളികൾ ഉണ്ടായാലും അതിനെയെല്ലാം ഓവർകം ചെയ്ത് അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു നിശ്ചയം, ദൃഢനിശ്ചയം അവരെടുത്തു. അങ്ങനെ ഒരു ദൃഢനിശ്ചയം അവരെടുത്തപ്പോൾ അവരുടെ മനസ്സിൽ ദേ ഹാഡ് എക്സൈറ്റ്മെന്റ്. എക്സൈറ്റ്മെന്റിന്റെ അർത്ഥം ആകാംക്ഷ. അവർക്ക് നല്ലൊരു ആകാംക്ഷ ആൻഡ് ദി ഇൻസ്പിറേഷൻ, വളരെ നല്ലൊരു പ്രചോദനം ഡീപ്പ് ഇൻ ദെയർ ഹാർട്ട്. അവരുടെ ഹൃദയത്തിൻ്റെ അഗാധ തലത്തിൽ, അവരുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഒരു ആകാംക്ഷയും ഒരു പ്രചോദനവും ഒരു പേടിയും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവരുടെ മനസ്സിൽ ഉണ്ടായി. നമുക്കറിയാം, നമ്മളൊരു പുതിയ പദ്ധതി രൂപീകരിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ഒരു എക്സാം എഴുതാൻ പോകുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിൽ ആദ്യം ഒരു ആകാംക്ഷ ഉണ്ടാവും, ഒരു പേടി ഉണ്ടാവും, പിന്നെ ഒരു പ്രചോദനം ഉണ്ടാവും. ഇതേപോലെ തന്നെ ഇവരുടെ മനസ്സിലും ഈ പറഞ്ഞ പ്രചോദനവും പേടിയും ആകാംക്ഷയെല്ലാം ഇവരുടെ മനസ്സിലും ഉണ്ടായി. ദേ ഹേഡ്, HIRED, ഹയർ എന്ന് പറഞ്ഞ അർത്ഥം വാടകയ്ക്ക് എടുക്കുക അല്ലെങ്കിൽ നിയമിക്കുക എന്നാണ് അർത്ഥം. HIRE, ഹയർ. They hired their crews and the construction of their dream. അവർ എന്ത് ചെയ്തു? അവർ ഈ നിർമ്മാണ പദ്ധതികൾക്ക് ആവശ്യമായിട്ടുള്ള തൊഴിലാളികളെയും എഞ്ചിനീയർമാരെയും അവിടെ നിയമിച്ചു, സൈറ്റിൽ നിയമിച്ചു. ക്രൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്യാബിൻ ക്രൂസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ക്രൂസ് തൊഴിലാളികൾ എന്നാണ് അർത്ഥം. ആൻഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദർ ഡ്രീം ബ്രിഡ്ജ് ബിഗാൻ ഓൺ January 3rd, 1870. അങ്ങനെ 1870 ജനുവരി 3 ഇവരുടെ ആ സ്വപ്ന പദ്ധതിയായിട്ടുള്ള ആ തൂക്കുപാലത്തിൻ്റെ പണി ആരംഭിച്ചു. അടുത്ത പാരഗ്രാഫ്. ദിസ് പ്രൊജക്ട് started well, but after a year, a tragic accident at the site took John Roebling's life. Hence, Washington took over and was in charge of the bridge. However, after a few months, Washington too suffered a paralyzing injury. He was not able to walk or talk. With no one to supervise, the construction stopped. എല്ലാവരും ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കുക. ഈ പാരഗ്രാഫിൽ പറയുന്നതാണ് ദ പ്രൊജക്ട് സ്റ്റാർട്ടഡ് വെൽ. വളരെയധികം നന്നായി ഈ പദ്ധതി, ഈ പ്രൊജക്റ്റ് മുൻപോട്ടേക്ക് പോയി. ബട്ട് ആഫ്റ്റർ എ ഇയർ, ഇത് തുടർന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് 1 വർഷം കഴിഞ്ഞതിന് ശേഷം,
എ ട്രാജിക് ആക്സിഡന്റ്, വളരെ ഭീകരമായിട്ടുള്ള ഒരു അപകടം, ഒരു ഇൻസിഡന്റ്, സംഭവം ആരുടെ ജീവിതത്തിലുണ്ടായി? ജോൺ റോബ്ലിൻസിന്റെ ജീവിതത്തിൽ ഉണ്ടായി. ദ സൈറ്റ് ടുക്ക്, ടേക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ടുക്ക്. ടേക്ക്, ടുക്ക്, ടേക്കൺ. ഫോം V1, V2, V3. വെർബ് 1, വെർബ് 2, വെർബ് 3 എന്നാണ്. അപ്പൊ ടുക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയി. ഈ റോബ്ലിൻസിന്റെ ജീവിതം അപ്പാടെ തകർന്നുപോയി, ജീവിതം തന്നെ ഇല്ലാതായി തീർന്നു. അങ്ങനെ ആ പാലത്തിന്റെ പണി എന്തായി? പകുതി വഴിയെ നിലയ്ക്കേണ്ടി വന്നു. ബട്ട് വാഷിംഗ്ടൺ ടുക്ക് ഓവർ ആൻഡ് വാസ് ഇൻ ചാർജ് ഓഫ് ദ ബ്രിഡ്ജ്. പക്ഷേ റോബ്ലിൻസിന്റെ മകനായിട്ടുള്ള വാഷിംഗ്ടൺ എന്ത് ചെയ്തു? ആ പാലപ്പണിയുടെ നേതൃത്വം ഏറ്റെടുത്തു. ടുക്ക് ഓവർ, ഫ്രേസൽ വെർബാണ് ടുക്ക് ഓവർ. ടുക്ക് ഓവർ, ഏറ്റെടുക്കുക എന്നാണ് അർത്ഥം. അങ്ങനെ തൻ്റെ മകനായിട്ടുള്ള വാഷിംഗ്ടൺ ആ പാലത്തിന്റെ പണി ഏറ്റെടുത്തു. ഹവർ, എന്നിരുന്നാലും ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ്, ഇവൻ ആ പാലത്തിന്റെ പണി ഏറ്റെടുത്ത് പാലത്തിന്റെ പണി പിന്നെയും സുഗമമായി മുന്നോട്ട് നീങ്ങി. അങ്ങനെ കുറച്ചു മാസങ്ങൾക്ക് ശേഷം വാഷിംഗ്ടൺ സഫേർഡ് എ പാരലൈസിംഗ് ഇഞ്ചുറി. ഇതിന്റെ അർത്ഥം നമുക്കറിയാം, ഓൾസോ എന്നാണ് അർത്ഥം. അർത്ഥം ഓൾസോ. ഓൾസോ എന്ന് പറഞ്ഞാൽ കൂടി അല്ലെങ്കിൽ കൂടെ. റോബ്ലിൻസിന് അപകടം ഉണ്ടായതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ദിവസം വർക്ക് സൈറ്റിൽ വെച്ച് വാഷിംഗ്ടണിനും എന്ത് ചെയ്തു? ഒരു എൻജുറി പറ്റി. എൻജുറി എന്ന് പറഞ്ഞാൽ പരിക്ക് പറ്റി. അതെങ്ങനത്തെ പരിക്കായിരുന്നു? തൻ്റെ ശരീരമാസകലം തളർന്ന പോയതുപോലെ, അല്ലെങ്കിൽ തൻ്റെ ശരീരമാസകലം തളർന്നു പോയ രീതിയിലുള്ള ഒരു അപകടമായിരുന്നു ആർക്കുണ്ടായത്? വാഷിംഗ്ടണിന് ഉണ്ടായത്. പാരലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തളർവാദം, തളർന്നു പോവുക എന്നാണ് അർത്ഥം. തൻ്റെ ശരീരമാസകലം തളർന്നുപോയി. ഹി വാസ് നോട്ട് ഏബിൾ ടു വാക്ക് ഓർ ടോക്ക്. അദ്ദേഹത്തിന് ഒന്ന് അനങ്ങുവാനോ നടക്കുവാനോ ഈവൻ ഒന്ന് സംസാരിക്കാൻ പോലും ആർക്ക് സാധിച്ചില്ല? വാഷിംഗ്ടണിന് സാധിച്ചില്ല. വിത്ത് നോ വൺ ടു സൂപ്പർവൈസ്. അങ്ങനെ ആ പാലം പണി ആരും തന്നെ ആ പാലം പണിയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ ഇല്ലാത്തതിനാൽ, അതിൻ്റെ മേൽനോട്ടം ആരും തന്നെ ഏറ്റെടുക്കാൻ തയ്യാറാവാത്തതിനാൽ ദ കൺസ്ട്രക്ഷൻ സ്റ്റോപ്ഡ്. ആ പാലത്തിൻ്റെ നിർമ്മാണ പദ്ധതികളെല്ലാം എന്തായിത്തീർന്നു? നിലച്ച് പോയി. Everyone around the world was negative about the future of the project and felt that it should be taken off as only the Robbins knew the plan of construction of the bridge. These remarks hurt and shocked Washington, who lay still on the hospital bed. His desire and enthusiasm was still alive. He wanted to get up and continue his work, but the physical condition did not allow him to. അടുത്ത പാരഗ്രാഫാണ്, വായിച്ചു നോക്കുക, നന്നായി മനസ്സിലാക്കുക, ക്ലാസ് എടുക്കുന്നതിനോടൊപ്പം തന്നെ പറഞ്ഞതുപോലെ വരിക. എവരിവൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും. എവരിവൺ എറൗണ്ട് ദ വേൾഡ്, ലോകത്താകമാനമുള്ള അല്ല ലോകത്തിൻ്റെ അവൻ്റെ ചുറ്റുമുള്ള എല്ലാവരും തന്നെ വാസ് നെഗറ്റീവ്, ഇവനെതിരെ തിരിഞ്ഞു. വാഷിംഗ്ടണിൻ്റെ എതിരെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലും നമ്മളും എന്തെങ്കിലും പദ്ധതികളെല്ലാം വിഭാവനം ചെയ്ത് അതൊരു ഏകദേശ രൂപത്തിലോട്ട് എത്തിക്കുന്ന സമയത്ത് പരാജയപ്പെട്ടു പോയാൽ ലോകം മുഴുവൻ അതിൽ ചിലരെങ്കിലും നമുക്കെതിരെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ഇടുന്നത് കാണാം, അല്ലെങ്കിൽ കമൻറ്റുകൾ പറയുന്നത് നമുക്ക് കാണാം. ഇതേപോലെ തന്നെ വാഷിംഗ്ടണിൻ്റെ ജീവിതത്തിലും ഇതേപോലെയുള്ള നെഗറ്റീവ് കമൻറ്റുകളെല്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുവാൻ വേണ്ടി തുടങ്ങി. അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് ദ പ്രൊജക്റ്റ്, എന്തിനെ പറ്റിയ ഈ പ്രൊജക്റ്റിൻ്റെ ഈ പദ്ധതിയുടെ ഭാവി ഇനി എങ്ങനെയായിരിക്കും. ആൻഡ് ഫെൽറ്റ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഓഫ് ആസ് ഓൺലി, ഇനി ഇത് ആര് ഏറ്റെടുത്ത് നടത്തും. ദ റോബിൻസ് ന്യൂ ദ പ്ലാൻ ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ദ ബ്രിഡ്ജ്, ഈ ബ്രിഡ്ജിൻ്റെ ആകെയുള്ള പദ്ധതിയും പ്ലാനും അതിൻ്റെ ഏകദേശം ഐഡിയ ഒക്കെ എങ്ങനെയാണ് എന്ന് ആർക്ക് മാത്രമേ അറിയത്തുണ്ടാവുള്ളൂ? ജോൺ റോബ്ലിൻസിന് മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇനി ഇത് ആരേറ്റെടുത്ത് നടത്തും, ഇതിൻ്റെ ഭാവി എങ്ങനെയാവും എന്ന് തുടങ്ങിയ ഒട്ടനവധി സംശയങ്ങളും അതേപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളെല്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുവാൻ വേണ്ടി തുടങ്ങി.
ദീസ് റിമാർക്സ്, ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ, ഹേർട്ട് ആൻഡ് ഷോക്ക്ഡ് വാഷിങ്ടണിനെ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളെല്ലാം ഒരു പരിധിവരെ ഞെട്ടിച്ചു കളയുകയും അവനെ വളരെയധികം വേദനിപ്പിക്കുകയും ചെയ്തു. ഹേർട്ട്, HURT, ഹേർട്ട് എന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കുക എന്നാണ് അർത്ഥം. HURT, ഹേർട്ട്, വേദനിപ്പിക്കുക. who lay still on the hospital bed, ഇപ്പോഴും ഹോസ്പിറ്റലിൽ ബെഡിൽ കിടക്കുന്ന, ഇപ്പോഴും ആശുപത്രിയിൽ കിടക്കയിൽ കിടക്കുന്ന വാഷിങ്ടണിന് ഇങ്ങനെയുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ വളരെയധികം വേദനാജനകമായിരുന്നു. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ അവന് വളരെയധികം ഞെട്ടലുളവാക്കി. ഹി വാണ്ടഡ് ടു ഗെറ്റ് അപ്പ് ആൻഡ് കണ്ടിന്യൂ ഹിസ് വർക്ക്. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ തെരുതരാ കേൾക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കണമെന്നും തൻ്റെ വർക്ക് എങ്ങനെയെങ്കിലും പുനരാരംഭിക്കണമെന്നുമുള്ള ഒരു ചിന്ത, ഒരു ആഗ്രഹം ആരുടെ മനസ്സിലുണ്ടായി? വാഷിങ്ടണിൻ്റെ മനസ്സിൽ ഉണ്ടായി. പക്ഷേ ഹിസ് ഫിസിക്കൽ കണ്ടീഷൻ ഡിഡ് നോട്ട് അലൗ ഹിം ടു ഡു. പക്ഷേ അവൻ്റെ ശാരീരികമായിട്ടുള്ള അവസ്ഥ, കണ്ടീഷൻ മീൻസ് അവസ്ഥ, ശാരീരികമായിട്ടുള്ള അവൻ്റെ അവസ്ഥ അല്ലെങ്കിൽ അവൻ്റെ ഭൗതികമായിട്ടുള്ള അവൻ്റെ അവസ്ഥ അവനെ അതിന് അനുവദിച്ചില്ല. അവൻ്റെ ശാരീരികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള അവൻ്റെ അവസ്ഥ ഇങ്ങനെയൊരു ആഗ്രഹത്തിന് തടസ്സമായിട്ട് നിന്നു. നമുക്കറിയാം, നമുക്കും നമ്മുടെ ജീവിതത്തിലെല്ലാം ഇതേപോലെയുള്ള ഒട്ടനവധി തടസ്സങ്ങൾ, ബാരിയേഴ്സ് അല്ലേ, ഒട്ടനവധി തടസ്സങ്ങൾ ഉണ്ടാവും. ഇതിനെയെല്ലാം എങ്ങനെ ഓവർകം ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയെല്ലാം ഓവർകം ചെയ്യണം എന്നുള്ളതാണ് ഇനിയുള്ള പാരഗ്രാഫുകളിലൂടെ ലേഖകൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ശ്രദ്ധിച്ചിരിക്കാം. Washington could move only one finger and this gave him an idea. He called his wife Emily and tapped on her arm, indicating her to call back the crew and the engineers. This worked well as Emily started understanding Washington's indications by just the tapping of his finger. She conveyed his instructions to the engineers, and soon the construction of the bridge was back at full swing. For the next 11 years, Washington gave instructions by tapping on Emily's arm, and she patiently decoded his messages and relayed them to the crew. The bridge was finally completed and opened with a big celebration in May 1883. വളരെയധികം ഇൻസ്പിറേഷൻ തരുന്ന, വളരെയധികം മോട്ടിവേഷൻ തരുന്ന ഒരു പാരഗ്രാഫാണ്. അവരുടെ ജീവിതത്തിൽ അവരെങ്ങനെയൊക്കെ തടസ്സങ്ങളെ തുടച്ചു നീക്കി പ്രചോദനത്തിലൂടെ അല്ലേ, വളരെയധികം ഇച്ഛാശക്തിയിലൂടെ, വളരെയധികം നല്ല ദൃഢനിശ്ചയത്തിലൂടെ എങ്ങനെ തൻ്റെ ഗോളിലോട്ട് തൻ്റെ എയിമിനെ കൊണ്ടെത്തിക്കാൻ സാധിച്ചു എന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. വാഷിങ്ടൺ കുഡ് മൂവ് ഓൺലി വൺ ഫിംഗർ. തൻ്റെ ശരീരമാസകലം തളർന്ന് ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്ന തൻ്റെ വാഷിങ്ടണിന് ആകെ അനക്കുവാൻ സാധിക്കുന്നത് അവൻ്റെ ഒരു വിരൽ മാത്രമായിരുന്നു. ഫിംഗർ എന്ന് പറഞ്ഞാൽ വിരൽ. അവൻ്റെ ഒരു വിരൽ മാത്രം അവൻ എന്ത് ചെയ്യാമായിരുന്നു? ചലിപ്പിക്കാമായിരുന്നു. ആൻഡ് ദിസ് ഗീവ് ഹിം ആൻ ഐഡിയ. ആ ഒരു വിരൽ അനങ്ങുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് അവനൊരു പുതിയ ആശയം, ആ വിരലിൻ്റെ അനക്കം അവൻ്റെ മനസ്സിൽ പുതിയൊരു ആശയത്തിന് രൂപം കൊടുത്തു. ഹി കാൾഡ് ഹിസ് വൈഫ് എമിലി. അവൻ വേഗം ആ ഒരു വിരൽ കൊണ്ട് തൻ്റെ ഭാര്യയെ അടുത്തേക്ക് വിളിച്ചു. ഭാര്യയുടെ പേര് എമിലി എന്നാണ്. ഭാര്യയായിട്ടുള്ള എമിലിയെ അടുത്തേക്ക് വിളിച്ചു. ആൻഡ് ടാപ്ഡ് ഓൺ ഹിയർ ആം. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? തൻ്റെ ഭാര്യയുടെ കയ്യിൽ മെല്ലെ ഇങ്ങനെ തോണ്ടി അല്ലേ, മെല്ലെ ഇങ്ങനെ സ്പർശിച്ചു. ഇൻഡിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? സൂചിപ്പിക്കുക. എന്തോ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ ഭാര്യയുടെ ആം മീൻ കയ്യിൽ ഇങ്ങനെ സ്പർശിച്ചു. എന്താ സൂചിപ്പിച്ചത് അവൻ? ടു കോൾ ബാക്ക് ദ ക്രൂസ് ആൻഡ് ദ എഞ്ചിനീയേഴ്സ്. പണി നിർത്തിപ്പോയടുത്ത് നിന്ന് നമുക്ക് ആ പണി വീണ്ടും തുടങ്ങണം. അതിനുവേണ്ടി നീ എന്ത് ചെയ്യണം? മടങ്ങിപ്പോയ എല്ലാ എഞ്ചിനീയേഴ്സിനെയും തൊഴിലാളികളെയും മടക്കി വിളിക്കുക. ദിസ് വർക്ക്ഡ് വെൽ. ആ ഒരു ആശയം വളരെയധികം നന്നായി വർക്കൗട്ട് ചെയ്തു. ആസ് എമിലി സ്റ്റാർട്ടഡ് അണ്ടർസ്റ്റാൻഡിങ് വാഷിങ്ടൺസ് ഇൻഡിക്കേഷൻ ബൈ ജസ്റ്റ് ദ ടാപ്പിംഗ് ഓഫ് ഹിസ് ഫിംഗർ. തൻ്റെ വിരൽ ഉപയോഗിച്ച് കാണിക്കുന്ന എല്ലാ ഇൻഡിക്കേഷൻസും, തൻ്റെ വിരലുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ സൂചനകളും തൻ്റെ ഭാര്യയായിട്ടുള്ള എമിലി മനസ്സിലാക്കുകയും അവൾ മടങ്ങിപ്പോയ എല്ലാ എഞ്ചിനീയേഴ്സിനെയും എല്ലാ തൊഴിലാളികളെയും മടക്കി വിളിക്കുകയും ചെയ്തു. ഷീ കൺവേഡ് ഹിസ് ഇൻസ്ട്രക്ഷൻ. കൺവേ ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയിക്കുക.
നമ്മൾ ലെറ്ററിൽ എഴുതാൻ പറ്റിയ ഒരു വാക്കാണിത്. പ്ലീസ് കൺവേ മൈ ബെസ്റ്റ് റിഗാർഡ്സ് ടു യുവർ ഫാമിലി മെമ്പേഴ്സ്. അല്ലേ, നല്ലൊരു കൺവേ. ആ വാക്ക് എന്താ ലെറ്ററിലൊക്കെ ഏറ്റവും അവസാനം കൺക്ലൂഷനിലൊക്കെ എഴുതാൻ പറ്റിയ നല്ല ഒരു വേർഡാണ് കൺവേ, അറിയിക്കുക. അപ്പം ഷീ കൺവേഡ്, അവൾ അറിയിച്ചു. ഹിസ് ഇൻസ്ട്രക്ഷൻസ്, അവൻ ഒരു വിരൽ ഉപയോഗിച്ച് തരുന്ന എല്ലാ നിർദ്ദേശങ്ങളും എഞ്ചിനീയർമാരോടും അതുപോലെ തന്നെ തൊഴിലാളികളോടും ആരറിയിച്ചു? ഇവൾ അറിയിച്ചു. Soon the construction of the bridge was back at full swing. പെട്ടെന്ന് തന്നെ തൻ്റെ ഭാര്യയുടെ നിർദ്ദേശങ്ങളോട് സഹകരിച്ചുകൊണ്ട് എഞ്ചിനീയർമാരും ക്രൂസും ആ ഒരു ബ്രിഡ്ജിൻ്റെ പണി വളരെയധികം പുരോഗമന രീതിയിലേക്ക് കൊണ്ടുവന്നു. ഫോർ ദ നെക്സ്റ്റ് 11 years, പിന്നീട് അങ്ങോട്ടേക്കുള്ള 11 വർഷക്കാലം മുഴുവനും താൻ ഒരു വിരലിലൂടെ മാത്രം നൽകുന്ന സൂചനകൾ ഉപയോഗിച്ചുകൊണ്ടാണ് തൻ്റെ ഭാര്യയായിട്ടുള്ള എമിലി ആ പാല നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ആർക്ക് കൊടുത്തത്? തൊഴിലാളികൾക്കും അവിടെ ഉണ്ടായിരുന്ന എഞ്ചിനീയർമാർക്കും കൊടുത്തത്. വാഷിങ്ടൺ ഗേവ് ഇൻസ്ട്രക്ഷൻസ്. വാഷിങ്ടൺ എന്ത് ചെയ്യും? ഈ ചൂണ്ടുവിരൽ ഉപയോഗിച്ചുകൊണ്ട് ഓരോ നിർദ്ദേശങ്ങളും തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കും. ഭാര്യ എന്ത് ചെയ്യും? ബൈ ടാപ്പിംഗ് ഓൺ എമിലീസ് ആം. അല്ലേ, എമിലിയുടെ കയ്യിൽ ഇങ്ങനെ മെല്ലെ തോണ്ടിക്കൊണ്ട് ടാപ്പ് ചെയ്തുകൊണ്ട് ഓരോ നിർദ്ദേശങ്ങളും ആര് കൊടുക്കും? വാഷിങ്ടൺ കൊടുക്കും. ആൻഡ് ഷീ പേഷ്യൻ്റ്ലി ഡീകോഡഡ് ഹിസ് മെസ്സേജസ്. പേഷ്യൻ്റ്ലി എന്ന് പറഞ്ഞാൽ വളരെയധികം ക്ഷമയോടുകൂടി അവൾ എന്ത് ചെയ്യും? അദ്ദേഹം തരുന്ന ഓരോ നിർദ്ദേശങ്ങളും അദ്ദേഹം തരുന്ന ഓരോ സൂചനകളും അവൾ ഡീകോഡ് ചെയ്തെടുക്കും. ഡീകോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതിനെ തർജ്ജമ ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഒരു രൂപത്തിലോട്ടാക്കി മാറ്റുക. അതിനെയാണ് ഡീകോഡ് ചെയ്യുക എന്ന് പറയുക. ഡീകോഡ് ചെയ്തു. എന്നിട്ടോ ദ മെസ്സേജസ് ആൻഡ് റിലേഡ് ദം ടു ദ ക്രൂ. എന്നിട്ട് മെസ്സേജസ്, ആ സന്ദേശങ്ങളെല്ലാം തൻ്റെ പണിക്കാരോട്, തൻ്റെ എൻജിനീയേഴ്സിനോടും തൊഴിലാളികളോടും ഇവൾ എന്ത് ചെയ്തു? നിർദ്ദേശിച്ചു കൊടുത്തു, അല്ലെങ്കിൽ പറഞ്ഞ് കൊടുത്തു. അങ്ങനെ അറ്റ് ലാസ്റ്റ്, അങ്ങനെ ഏറ്റവും അവസാനം ദ ബ്രിഡ്ജ് വാസ് ഫൈനലി കംപ്ലീറ്റഡ്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, ഒരുപാട് പേരുടെ പ്രയത്നങ്ങൾക്ക് ശേഷം ഈ ഒരു ബ്രിഡ്ജ്, ഈ ഒരു പാലം ഏറ്റവും അവസാനം കംപ്ലീറ്റഡായി, അതിൻ്റെ പണി പൂർത്തീകരിച്ചു. ആൻഡ് ഓപ്പൺഡ്, അങ്ങനെ ഈ പാലം പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. വിത്ത് എ ബിഗ് സെലിബ്രേഷൻ, വളരെ വലിയ ഒരു ആഘോഷത്തോടു കൂടിയാണ്, വളരെ വലിയ ഒരുപാട് ചടങ്ങുകളോട് കൂടിയാണ് ഈ പാലം പൊതുജനങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് തുറന്നു കൊടുത്തത്. എന്നായിരുന്നു? ഇൻ മെയ് 1883, 1883 ഒരു മെയ് മാസത്തിലാണ് വളരെയധികം ആഘോഷപൂർവകമായിട്ടുള്ള ചടങ്ങുകളോടുകൂടി ദ ബ്രൂക്ലിൻ ബ്രിഡ്ജ്, അല്ലേ, ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്ത് ചെയ്തത്? പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്ന് കൊടുത്തത്. ടുഡേ, ഇന്ന് ദ 5989 feet ബ്രൂക്ലിൻ ബ്രിഡ്ജ് സ്റ്റാൻഡ്സ് ഓവർ ദ ഈസ്റ്റ് റിവർ ആസ് എ ട്രിബ്യൂട്ട് ടു ദ വിക്ടറി ഓഫ് ജോൺ ആൻഡ് വാഷിങ്ടൺസ് strong spirit, willpower and determination. It is also a tribute to the engineers who had faith and trust in a man who was half paralyzed and was considered silly by half of the world. The bridge also reflects the love and affection of Emily towards her husband. ഈ പാരഗ്രാഫിൽ പറയുന്നത്, ഈ പാലം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചോദനം, ആ ഒരു ചിന്താഗതി, അല്ലേ, അതൊക്കെ എങ്ങനെയാണ് ഇവർക്ക് വന്നു ചേർന്നത് അല്ലെങ്കിൽ എത്തിച്ചേർന്നത് എന്നാണ് ഈ ഒരു പാരഗ്രാഫിൽ ആ ലേഖകൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇന്ന്, ടുഡേ, ഇന്ന് 5989 അടി നീളമുള്ള, അല്ലെ, ആ ബ്രൂക്ലിൻ ബ്രിഡ്ജ് സ്റ്റാൻഡ്സ് ലോകത്തിന് മുൻപിൽ വളരെ
പൈതൃകമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട്, ഒരു പ്രൊജക്റ്റായിട്ട് 5989 അടി നീളമുള്ള ഈ പാലം ഇങ്ങനെ നീണ്ടു നിവർന്ന് നിൽക്കുകയാണ്. എവിടെ തൊട്ടാ? ഓവർ ദ ഈസ്റ്റ് റിവർ, അല്ലേ? ഈസ്റ്റ് റിവറിന്റെ മുകളിൽ കൂടി ന്യൂയോർക്കിനെയും ലോങ് ഐലൻഡിനെയും ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി ഈ പാലം ഇങ്ങനെ നീണ്ടു നിവർന്ന് ഈ ലോകത്തിന്റെ തന്നെ ഒരു മഹാ അത്ഭുതമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അതുമാത്രമല്ല, ഇറ്റ് ഈസ് എ ട്രിബ്യൂട്ട് ടു ദ വിക്ടറി ഓഫ് ജോൺ ആൻഡ് വാഷിങ്ടൺ, അല്ലേ? ജോണിന്റെയും, ആരാ ജോൺ എന്ന് പറഞ്ഞാൽ വാഷിങ്ടന്റെ പിതാവായിട്ടുള്ള ജോൺ റോബ്ലിങ്ങിനും തൻ്റെ മകനായിട്ടുള്ള വാഷിങ്ടണിനും വേണ്ടിയിട്ടുള്ള ഒരു ആദരാഞ്ജലിയുടെ ഒരു സ്മാരകം കൂടിയായിട്ടാണ് ഈ പാലം ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഏതെല്ലാം കാരണങ്ങളിൽ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പാലം ഇത്തരത്തിൽ ലോക ജനശ്രദ്ധയെ ആകർഷിച്ചത് എന്നാണ് പറയുന്നത്. ഒന്ന്, വാഷിങ്ടൺസ് സ്ട്രോങ് സ്പിരിറ്റ്, അല്ലേ? സ്ട്രോങ് സ്പിരിറ്റ്, ശക്തമായിട്ടുള്ള ആവേശം വഴി. സ്ട്രോങ് സ്പിരിറ്റ് ഒന്ന്. സ്ട്രോങ് സ്പിരിറ്റ് ഒന്ന്. ഈ പാലം നമ്മുടെ മുൻപിൽ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നതിനുള്ള കാരണം ജോൺ റോബ്ലിങ്ങിന്റെയും വാഷിങ്ടണിന്റെയും ശക്തമായിട്ടുള്ള മനസ്സിനുണ്ടായിരുന്ന ഒരു ആവേശമായിരുന്നു. രണ്ടാമത് എന്താ പറയുന്നത്? ഇത് വിൽ പവർ. വിൽ പവർ, ഇച്ഛാശക്തി. ജോൺ റോബ്ലിന്റെയും വാഷിങ്ടണിന്റെയും അതിശക്തമായിട്ടുള്ള ഒരു ഇച്ഛാശക്തിയുടെ ഫലമായിട്ടാണ്, വിൽ പവറിന്റെ ഫലമായിട്ടാണ്, സ്ട്രോങ് സ്പിരിറ്റിന്റെ ഫലമായിട്ടാണ് ഈ പാലം ഇപ്പോൾ ലോക ജനശ്രദ്ധ ആകർഷിക്കുന്നത്. മൂന്നാമത്തത് ദ ഫേം ഡിറ്റർമിനേഷൻ. മൂന്നാമത്തത് ദ ഫേം ഡിറ്റർമിനേഷൻ, അല്ലേ? ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയം എന്നാണ്. വളരെ ശക്തമായിട്ടുള്ള ദൃഢനിശ്ചയത്തിന്റെയും വളരെ നല്ല ഇച്ഛാശക്തിയുടെയും ശക്തമായിട്ടുള്ള ആവേശത്തിന്റെയും സ്മാരകമായിട്ട് ആണ് ദ ബ്രൂക്ലിൻ ബ്രിഡ്ജ് വാസ് ലോഞ്ച്ഡ്. ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്ത് ചെയ്തത്? ലോക ജനങ്ങൾക്ക്, പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് തുറന്ന് കൊടുത്തത്. ഇറ്റ് ഈസ് ഓൾസോ എ ട്രിബ്യൂട്ട്. അത് മാത്രമല്ല, ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ബഹുമതി, ആദരാഞ്ജലി എന്നൊക്കെയാണ്, അല്ലേ? ഇറ്റ് ഈസ് ഓൾസോ എ ട്രിബ്യൂട്ട് ടു ദ എഞ്ചിനീയേഴ്സ്. ആ പാലം പണിത എഞ്ചിനീയർമാർക്കുള്ള ഒരു ബഹുമതി കൂടിയാണ്. പിന്നെയോ, ഹു ഹാഡ് ഫെയ്ത്ത് ആൻഡ് ട്രസ്റ്റ് ഇൻ എ മാൻ, അല്ലേ? ഹു വാസ് ഹാഫ് പാരലൈസ്ഡ് ആൻഡ് വാസ് കൺസിഡേർഡ് സില്ലി ബൈ ഹാഫ് ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ മുൻപിൽ മുഴുവൻ പകുതി ശവമായിട്ട്, പകുതി തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യനിൽ ആ എഞ്ചിനീയേഴ്സും ആ പണിക്കാരും അർപ്പിച്ച പൂർണ്ണ വിശ്വാസത്തിന്റെയും പൂർണ്ണ ചിന്താഗതിയുടെയും ഒരു ആത്മസാക്ഷാത്കാരം കൂടിയാണ് ലോകത്തിന് മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ദ ബ്രിഡ്ജ് ഓൾസോ റിഫ്ലെക്ട്സ്. അത് മാത്രമല്ല, ഈ ബ്രിഡ്ജ്, ഈ പാലം നമുക്ക് മുന്നിൽ വെളിവാക്കി തരുന്നത് ഇതാണ്: ദ ലവ് ആൻഡ് അഫെക്ഷൻ ഓഫ് എമിലി ടുവേഴ്സ് ഹെർ ഹസ്ബൻഡ്. എമിലി എന്ന ആ സ്ത്രീ തൻ്റെ ഭർത്താവോട് കാണിച്ച സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കൂറിൻ്റെയും ആ ഒരു പ്രതിഫലനം കൂടിയാണ് ലോകത്തിന് മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ ശിരസ്സുയർത്തി നിൽക്കുന്ന ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജ്. നിങ്ങൾ ആലോചിക്കുക, നമുക്ക് ഒട്ടനവധി പോയിന്റുകൾ ഈ ഓരോ പാരഗ്രാഫിൽ നിന്ന് കിട്ടും. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. സ്ട്രോങ് സ്പിരിറ്റ്, വിൽ പവർ ആൻഡ് ദ ഫേം ഡിറ്റർമിനേഷൻ, അല്ലേ? ശക്തമായിട്ടുള്ള ആവേശം, ഇച്ഛാശക്തി, ദൃഢനിശ്ചയം. ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഏത് കാര്യങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? തരണം ചെയ്യാവുന്നതാണ്.
അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കൂറിൻ്റെയും പര്യായമായിട്ടുള്ള നല്ല സപ്പോർട്ട് കൂടിയുള്ള ഒരു ഭാര്യയുടെ ഒരു സഹകരണം അതും കൂടി ആർക്ക് ഉണ്ടായിരുന്നു? വാഷിങ്ടണിന് ഉണ്ടായിരുന്നു. നമ്മുടെ പാഠത്തിൻ്റെ കൺക്ലൂഷനിലോട്ട്, ലാസ്റ്റ് പാരഗ്രാഫിലോട്ട് നമ്മൾ വരികയാണ്. വളരെയധികം ശ്രദ്ധിച്ചിരിക്കാം. ദ സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജ് portrays a very good example of having a vision, believing it, and then pursuing it with a never say die attitude. No matter what obstacles you face, if you have a dream, then go ahead and fulfill it. Have strength of mind and be determined in life. The names of John Roebling, Washington Roebling, and Emily Warren Roebling are inscribed on the bridges as its builders. ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ്, ദ കൺക്ലൂഷൻ ഓഫ് ദ ലെസൺ, ഇതങ്ങനെയാണ് പറയുന്നത്. ദ സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്, ദ സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ. ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജിന്റെ കഥ നമുക്ക് മുമ്പിൽ ചിത്രീകരിച്ചു തരുന്നത്, നമുക്ക് മുമ്പിൽ വിവരിച്ചു തരുന്നത് എന്താണ്? എ വെരി ഗുഡ് എക്സാമ്പിൾ, വളരെ നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ മുമ്പിൽ അത് കാണിച്ചു തരുന്നത്. എന്താ? എ ഹാവിങ് എ വിഷൻ, നല്ലൊരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം എന്നതിൻ്റെ ഉദാത്തമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ബിലീവിങ് ഇൻ ഇറ്റ്, നമുക്ക് നല്ലൊരു കാഴ്ചപ്പാടുണ്ടാവണം. ആ കാഴ്ചപ്പാടിൽ നമുക്ക് ഉറച്ചൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. ആൻഡ് ദെൻ പെർസ്യൂയിങ് ഇറ്റ്, ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് നീങ്ങണം. ഈ 3 കാര്യങ്ങളാണ് ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജിന്റെ ഇന്നത്തെ പൂർവ്വസ്ഥിതിയിലുള്ള രൂപീകരണത്തിന് നിദാനം. നല്ലൊരു കാഴ്ചപ്പാടുണ്ടാവണം. ആ കാഴ്ചപ്പാടിൽ അടിയുറച്ച വിശ്വാസം വേണം. ആ അടിയുറച്ച വിശ്വാസത്തിൽ നമ്മുടെ ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്ട്രെങ്ത്, കഴിവ് നമുക്ക് വേണം. പിന്നെ എന്ത് ചെയ്യണം? വിത്ത് എ നെവർ സേ ഡൈ ആറ്റിറ്റ്യൂഡ്, ഒരിക്കലും നടക്കില്ല അല്ലെങ്കിൽ ഇത് സംഭവിക്കില്ല എന്നുള്ള ഒരു വികല്പമായിട്ടുള്ള മരിച്ചുപോയ രീതിയിലുള്ള കാഴ്ചപ്പാടിനെ നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്നും ഒഴിവാക്കി കളയണം. ഒരു നല്ല കാഴ്ചപ്പാടിൻ്റെയും ആ കാഴ്ചയിൽ വിശ്വസിക്കുന്നതിൻ്റെയും മോശമായിട്ടുള്ള മനോഭാവത്തെ പിന്തുടരാതിരിക്കുന്നതിൻ്റെയും ഉള്ള ഒരു ഉത്തമ ഉദാഹരണമാണ്, ഒരു നല്ല ഛായാചിത്രമാണ് ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജ് ഓരോ വായനക്കാരൻ്റെയും മുമ്പിൽ കാണിച്ചു തരുന്നത്. ഇനി ലേഖകൻ നമുക്ക് തരുന്ന ഒരു ഉപദേശമാണ് ഈ പാഠത്തിലെ എ വെരി ഗുഡ് എക്സാമ്പിൾ, എ ഗുഡ് വെരി മെസ്സേജ് ഇസ് ദാറ്റ്, നല്ലൊരു സന്ദേശം എന്ന് പറയുന്നത്, നോ മാറ്റർ വാട്ട് ഓബ്സ്റ്റക്കിൾസ് യു ഫേസ്, ജീവിതത്തിൽ എന്ത് തടസ്സം നിങ്ങൾക്കുണ്ടായാലും നിങ്ങൾ അതിനെ ഒന്നും എന്താക്കിയെടുക്കണ്ട, വളരെ ഭീകരമായിട്ടുള്ള ഒരു പ്രശ്നമാക്കി എടുക്കണ്ട. ഇഫ് യു ഹാവ് എ ഡ്രീം, നിങ്ങൾക്കത് നേടണം എന്നുള്ള ഒരു സ്വപ്നം നിനക്കുണ്ട് എങ്കിൽ then go ahead, നിങ്ങൾ എന്ത് ചെയ്യുക? നിർബാധം ആ സ്വപ്നത്തെ മനസ്സിലേറ്റിക്കൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങുക. ആൻഡ് ഫുൾഫിൽ ഇറ്റ്, അങ്ങനെ ഏറ്റവും അവസാനം തൻ്റെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുക, തൻ്റെ സ്വപ്നത്തെ ഫുൾഫിൽ ചെയ്യുക, പൂവണിയിക്കുക. എല്ലാ തടസ്സങ്ങളെയും നീക്കിക്കളഞ്ഞുകൊണ്ട്, തടസ്സങ്ങളൊന്നും ഒരു പ്രശ്നമല്ല, വരുന്നത് വരുന്ന വഴിക്ക് കാണാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക? നല്ലൊരു സ്വപ്നമുണ്ടായിരിക്കുക, ആ സ്വപ്നത്തോടു കൂടി മുന്നോട്ടേക്ക് പോവുക. APJ അബ്ദുൽ കലാമിൻ്റെ ഒട്ടനവധി ബുക്സുകളിലൊക്കെ, തൻ്റെ അഗ്നിച്ചിറകൾ എന്ന് പറയുന്ന ബുക്സുകളിലൊക്കെ അദ്ദേഹം ഇതുപോലെയുള്ള ഒട്ടനവധി നല്ല നല്ല മെസ്സേജുകൾ നമുക്ക് തരുന്നുണ്ട്. ആൻഡ് ഗോ എഹെഡ് ആൻഡ് ഫുൾഫിൽ ഇറ്റ്, തൻ്റെ സ്വപ്നത്തെ പൂവണിയിക്കുക എന്നാണ് പറയുന്നത്. ഹാവ് സ്ട്രെങ്ത് ഓഫ് മൈൻഡ് ആൻഡ് ടു ബി ഡിറ്റർമൈൻഡ് ഇൻ ലൈഫ്, നമ്മുടെ മനസ്സിന് നല്ല പക്വതയുണ്ടായിരിക്കുക, നമ്മുടെ മനസ്സിന് നല്ല ശക്തി ഉണ്ടാക്കിയെടുക്കുക. ആൻഡ് ബി ഡിറ്റർമൈൻഡ് ഇൻ ലൈഫ്, ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അടിയുറച്ച തരത്തിലുള്ള ഡിറ്റർമിനേഷൻസ്, ദൃഢനിശ്ചയങ്ങൾ എടുക്കാനുള്ള കഴിവ് നമുക്കിടയിൽ വളർത്തിക്കൊണ്ടുവരിക. ഇതെല്ലാം ചെയ്താൽ ഏത് സ്വപ്നമായിക്കോട്ടെ ആ സ്വപ്നങ്ങളെല്ലാം പൂവണിയിക്കാനും നല്ല കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി ജീവിതത്തിൽ വിജയം കൈവരിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. The names of John Roebling,
ജോൺ റോബ്ലിംഗ് എന്ന് പറയുന്ന പേരും, വാഷിങ്ടൺ റോബ്ലിംഗ്, ജോൺ റോബ്ലിങ്ങിന്റെ മകനായിട്ടുള്ള വാഷിങ്ടൺ റോബ്ലിംഗ് എന്ന് പറയുന്ന നാമവും, ആൻഡ് എമിലി വാരൻ റോബ്ലിംഗ്, വാഷിങ്ടണിന്റെ ഭാര്യയായിട്ടുള്ള എമിലി വാരൻ റോബ്ലിംഗ് എന്ന് പറയുന്ന നാമവും ആർ ഇൻസ്ക്രൈബ്ഡ് ഓൺ ദ ബ്രിഡ്ജ് ആസ് ഇറ്റ്സ് ബിൽഡേഴ്സ്. നമുക്കിപ്പോഴും ആ പാലം ചെന്ന് നോക്കിയാൽ കാണാൻ സാധിക്കാം. ആ പാലത്തിന്റെ അവിടെ ഒരു ഫലകമുണ്ട്. ആ ഫലകത്തിൽ ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആസ് ഇറ്റ്സ് ബിൽഡേഴ്സ്. ബിൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ നിർമ്മാതാക്കൾ എന്നാണ്. ഈ പാലത്തിന്റെ നിർമ്മാതാക്കളായിട്ടുള്ളത് 3 പേരാണ്. ജോൺ റോബ്ലിംഗ്, വാഷിങ്ടൺ റോബ്ലിംഗ്, എമിലി വാരൻ റോബ്ലിംഗ്. ഇങ്ങനെ ഈ 3 പേരുടെയും പേര് ഈ പാലത്തിന്റെ നിർമ്മാതാക്കൾ ആണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇപ്പോഴും ആ പാലത്തിന്റെ ശിലാഫലകങ്ങളിൽ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതോടുകൂടി നമ്മുടെ ഈ പാഠം കഴിഞ്ഞു. വളരെ നല്ലൊരു പാഠമായിരുന്നു. കഥയോട് കൂടിയിട്ടുള്ള നല്ല ഇൻസ്പിറേഷൻ തരുന്ന, വളരെ മോട്ടിവേഷൻ തരുന്ന നല്ലൊരു പാഠം. നമുക്ക് വേണ്ടത് പറഞ്ഞല്ലോ, സ്ട്രോങ് സ്പിരിറ്റ് വേണം, അല്ലേ, വിൽ പവർ വേണം, ഡിറ്റർമിനേഷൻസ് വേണം. പിന്നെയോ നല്ലൊരു വിഷൻ വേണം, നല്ലൊരു കാഴ്ചപ്പാട് വേണം. ആ കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന നല്ലൊരു മനസ്സ് വേണം. ആ മനസ്സോടുകൂടി അതിനെ പെർസ്യൂ ചെയ്യാൻ, അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഇച്ഛാശക്തി വേണം. തുടങ്ങിയവയെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ വരുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യുവാനും നമ്മുടെ ജീവിതം വളരെ മനോഹരമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുവാനും സാധിക്കും. പാഠം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ആക്ടിവിറ്റീസ്, ഒന്നാമത്തെ ആക്ടിവിറ്റി ലെറ്റർ റൈറ്റിംഗ് ആണ്, രണ്ടാമത്തെ ആക്ടിവിറ്റി ഇമെയിലാണ്. ഇത് രണ്ടും എക്സാമിന് 6 to 8 മാർക്ക് കിട്ടുന്ന ടെസ്റ്റൽ ആക്ടിവിറ്റീസ് ആണ്. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഈ ആക്ടിവിറ്റീസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ പാഠഭാഗവുമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ MJ വ്ളോഗ്സ് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഇൻബോക്സിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.